കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഉറക്കം നടിക്കുകയാണോ എന്ന തലക്കെട്ടോടെ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്: കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഉറക്കം നടിക്കുകയാണോ? ഒരു സ്വാതന്ത്ര്യ പരമാധികാര രാഷ്ട്രത്തിൽ നുഴഞ്ഞുകയറി 1400-ലധികം സിവിലിയന്മാരെ, സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ മൃതദേഹങ്ങൾ പോലും വികൃതമാക്കി അപമാനിക്കുകയും അതിന് മതത്തിന്റെ പരിവേഷം നൽകി ആഘോഷിക്കുകയും 240-ലധികം മനുഷ്യരെ, കൊച്ചു കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും ഉൾപ്പെടെ ബന്ദികളാക്കി കടത്തിക്കൊണ്ടുപോയി ഭൂമിക്കടിയിലുള്ള അധോലോക ടണലുകളിൽ പാർപ്പിച്ച് വിലപേശുകയും അവരെ പരസ്യമായി കൊന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും സ്വന്തം ജനസമൂഹത്തെ മറയായി ഉപയോഗിച്ച് യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭീകര സംഘത്തെ ആധുനിക സമൂഹം മതത്തിന്റെയും ഇരവാദത്തിന്റെയും പേരിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിലെ നൈതികത അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തണം. ഏതു രാജ്യത്താണ് അല്ലെങ്കിൽ ഏത് അന്താരാഷ്ട്ര നിയമ സംവിധാനത്തിനാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? ആശുപത്രികളും സ്കൂളുകളും സാമൂഹ്യ സേവന സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ജനവാസ മേഖലകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിന്റെ മറയിൽ സായുധ സന്നാഹം ഒരുക്കി ഒളിപ്പോര് നടത്തുന്ന ഒരു ഭീകര സംഘടന എന്ത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പേരിലാണ് മാനുഷിക പരിഗണനയും മനുഷ്യാവകാശ സംരക്ഷണവും അവകാശപ്പെടുന്നതെന്ന് UN ഉൾപ്പെടെയുള്ള നീതിന്യായ സംവിധാനങ്ങൾ ആത്മപരിശോധന ചെയ്യണം. ഗാസയിലെ സാധാരണ ജനങ്ങൾ യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ്? അവരെ രക്ഷിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരെ ഇരകളാക്കുന്ന ഭീകര പ്രസ്ഥാനത്തെ വരുതിയിൽ നിർത്താനുള്ള വഴികൾ കണ്ടെത്തുകയല്ലേ? അതിനുള്ള ശരിയായ മാർഗം എന്താണ്? 240-ലധികം വരുന്ന ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ടല്ലാതെ ഇസ്രായേലിനെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഭീകര സംഘങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾ ബാധകമല്ല എന്ന് പരിഷ്കൃത ലോകം അംഗീകരിച്ചു കൊടുത്താൽ ഭൂമിയിൽ ഏതെങ്കിലും രാജ്യത്തിന് സമാധാനത്തോടെ കഴിയാൻ സാധിക്കുമോ? പലസ്തീനിൽ ഫത്താ പാർട്ടിയും ഹമാസും പരസ്പരം കൊല്ലാൻ തയ്യാറെടുത്തു നിൽക്കുമ്പോൾ ഇസ്രായേലാണോ യഥാർത്ഥത്തിൽ പലസ്തീൻ ജനതയുടെ ശത്രു? ദ്വിരാഷ്ട്ര പരിഹാരം പോലും ഇന്നത്തെ നിലയിൽ പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരമാകുമോ? ഇസ്രായേൽ ഗാസയിൽ ഹമാസിനെ പരാജയപ്പെടുത്തിയാൽ പോലും പലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ പലസ്തീൻ ജനത ഒരുമിച്ച് നിൽക്കുമോ? പലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പലസ്തീനുമേലുള്ള അറബ് ലോകത്തിന്റെ പൊതുവായ അവകാശവാദം ഉപേക്ഷിക്കുകയല്ലേ? ഇസ്ലാമിക ലോകം ഒന്നടങ്കം വിചാരിക്കാതെ പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ UN ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സംവിധാനത്തിന് കഴിയുമോ? 1987-ലെ ഹമാസിന്റെ ചാർട്ടറിൽ പലസ്തീനെ ഇസ്ലാമിന്റെ വഖഫ് അഥവാ പൊതുസ്വത്താക്കി പ്രഖ്യാപിക്കുകയും ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണമെന്നുള്ള ഹമാസിന്റെ മതപരമായ ഫത്വ നിലനിൽക്കുകയും ചെയ്യുന്നിടത്തോളം ഇസ്രായേൽ വിചാരിച്ചാൽ പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമോ? പലസ്തീൻ ജനതയോട് സഹാനുഭൂതിയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഹമാസ് എന്ന ഭീകര സംഘടനയെ തള്ളിപ്പറയുകയല്ലേ? ഹമാസിനു വേണ്ടി ജയ് വിളിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഉറങ്ങുകയാണോ അതോ ഉറക്കം നടിക്കുകയാണോ?